കേരളത്തിൽ ബംഗ്ലാദേശി പൗരന്മാരുടെ വിളയാട്ടം വർദ്ധിച്ചു വരികയാണ്. ഒറിജിനൽ ആധാർ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ മറ്റൊരു ബംഗ്ലാദേശി പൗരൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പിടിയിലായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഒറിജിനൽ ആധാർ കാർഡുമായി ബംഗ്ലാദേശ് പൗരൻ കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതാണെന്നാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. യഥാർത്ഥ ആധാർ കാർഡും ഇയാളിൽ നിന്നും കണ്ടെത്തി. തുടർന്ന് ആധാർ കാർഡുമായി അക്ഷയ സെന്ററിൽ ചെന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വിരലടയാളം കൃത്യമായി തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇത്രയും നാൾ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചായിരുന്നു ഈ സംഘങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നത്. അത് ഇപ്പോൾ പോലീസിനെ ഉൾപ്പെടെ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിലെ പൗരൻ ഇവിടെ നുഴഞ്ഞു കയറി യഥാർത്ഥ ആധാർ കാർഡ് വരെ സംഘടിപ്പിച്ച് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. നിരവധി ബംഗ്ലാദേശികൾ എറണാകുളത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി താമസിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചിയിൽ നിരവധി ബംഗ്ലാദേശി പൗരന്മാർ എത്തിയിട്ടുണ്ട് എന്ന് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതും. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന 27 ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് പിടികൂടിയിരുന്നു. എറണാകുളം റൂറൽ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ക്ലീനിലാണ് ഇവരെ പിടിയിലായതും. ഇവരുടെ പക്കൽ നിന്നും വ്യാജ ആധാർ കാർഡുകളും കണ്ടെത്തിയിരുന്നു. കാർഡുകൾ ബംഗ്ലാദേശിൽ നിന്നാണ് സംഘടിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇതോടെ വൻതോതിലാണ് ബംഗ്ലാദേശികൾ കേരളത്തിലെത്തുന്നതെന്ന ആശങ്ക ഉയർത്തുന്നതാണ്. ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറി വന്നവരായിരുന്നു ഇവർ. കെട്ടിട നിർമ്മാണ ജോലിക്ക് എന്ന പേരിലാണ് ഇവർ കേരളത്തിലെത്തിയത്. ഒരു കൂട്ടം ബംഗ്ലാദേശികളാണ് കൂട്ടത്തോടെ പോലീസിന്റെ പിടിയിലായതും. തറവൂർ പുത്തൻകോവിൽ വീട് പണിക്കായി ലേബൽ കോൺട്രാക്ട് ഏജൻസിയുടെ ആലുവയിൽ നിന്നെത്തിയതാണ് ബംഗ്ലാദേശികൾ. ഇവിടെ സുഹൃത്തുക്കളെ കൊച്ചിയിൽ നിന്ന് തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. 8 വർഷം മുൻപാണ് കേരളത്തിലെത്തിയതെന്നും ഇവർ പോലീസിന് മൊഴി നൽകി. ആലുവ, തൃശൂർ എന്നിവിടങ്ങളിലാണ് താമസിച്ചു വരുന്നതും. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്ന 27 ബംഗ്ലാദേശി പൗരന്മാരെ കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് 27 പേരെ പിടിയിലായതും. ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകളും പിടിച്ചെടുത്തിരുന്നു. ആധാർ കാർഡുകൾ ഇവൾ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചതാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഏജന്റുമാരുടെ സമഗ്രമായ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നതായും പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമായുള്ള പരമാവധി ചിലവ് 25,000 രൂപ മാത്രമാണ് എന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. പശ്ചിമ ബംഗാളിലൂടെ കരമാർഗം ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാതയാണ്. ഒരാൾക്ക് 20,000 രൂപ വേണ്ടിവരും. ഏജന്റുമാർ സുരക്ഷിതമായ ഒരു ക്രോസിംഗ് ഉറപ്പ് നൽകുന്നുണ്ട്. പർവ്വത പാതയാണ് ദുഷ്കരമായ വഴി. ഇതിന് ഒരാൾക്ക് 8,000 രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നതും. ജലപാതകൾ വഴിയാണെങ്കിൽ 4,000 രൂപ മാത്രമേ ചിലവ് വരൂ. എന്നാൽ മുതലയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണം പോലുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത്. പർവ്വത പാത പോലെ നുഴഞ്ഞു കയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.